Good morning. Good morning, all of you. Welcome to India's most trusted brand and fastest growing direct selling company at Vestige. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാനൊരു ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷംന ഫ്രം മലപ്പുറം വേങ്ങര സ്വദേശിയാണ്. പ്രൊഫഷൻ വൈ ഞാനൊരു ടീച്ചറാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയിട്ട് ഒരു വർഷം ഇന്ന് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്, ഞാനൊരു വെസ്റ്റീജൻസ് ആയതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലൈഫിൽ ഇന്ന് ഒരു എക്സ്ട്രാ വരുമാനം വളരെ അത്യാവശ്യമാണ് അല്ലെ. അതും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഓരോ വെസ്റ്റീജൻസിനും അഭിമാനിക്കാം. അപ്പൊ എന്തായിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി, എന്തായിരിക്കും ഈ ഒരു സിസ്റ്റം എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻവൈറ്റ് ചെയ്യുന്നത് കൊല്ലം ചടയമംഗലം സ്വദേശിയായിട്ടുള്ള ഭീമ മാഡത്തിനെയാണ്. എൻ്റെ അപ്ലൈൻ കൂടിയാണ്. ഒരു വീട്ടമ്മയിൽ നിന്ന് തുടങ്ങി ഒരു കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഓണ്ടർപ്രണറായി മാറാനും, അതുപോലെ എനിക്കടക്കമുള്ള ഒരുപാട് ഫാമിലിയിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാനും, അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്താനും ഭീമ മാമിന് ഇന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെയാണ്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഭീമ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഭീമ മാം ഓൺ ദ പ്ലാറ്റ്ഫോം. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ ഷംന ടീച്ചർ എന്നെ ഇൻവൈറ്റ് ചെയ്തു. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു ഗ്ലോബൽ സിഇഒയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മാത്രമല്ല, എക്സ്പെഷ്യലി ആദ്യമായിട്ട് ഈ ഒരു പ്ലാൻ കേൾക്കാൻ വന്ന എല്ലാവരെയും ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. കാരണം അത്രയ്ക്കും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഭീമ. കൊല്ലം ജില്ലയിൽ ചടയമംഗലമാണ് എന്റെ സ്വദേശം. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയായിട്ട് കണക്ട് ആയിട്ട് 2.5 വർഷത്തോളമായി. നിങ്ങളെ പോലെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം മോഹിച്ചിട്ടാണ് ഞാനും ഇതിലേക്ക് വന്നത്. ഇതിൽ എന്നെ ആകർഷിച്ച പ്രധാന ഘടകങ്ങൾ 2ആണ്. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇപ്പൊ ഏതൊരാൾക്കും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇതിനെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പിന്നെ എന്റെ ആകർഷിച്ച പ്രധാന ഘടകം പാസീവ് ഇൻകം. നമ്മുടെ ആബ്സെൻസിൽ നമ്മുടെ ഫാമിലി സെക്യൂർ ആക്കുക, ഇന്ന് എങ്ങൊന്നും ലഭിക്കാത്ത ഒരു ഇതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഞാൻ കടന്നു വന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും എന്റെ ഫാമിലിയും വളരെ പാഷനായിട്ടാണ് ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം ക്ഷമയോടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ബിസിനസ് ആണിത്. അപ്പൊ ബിസിനസ് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു സംരംഭമല്ലേ എന്നാണ്. പക്ഷെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതായത് ക്യാപിറ്റൽ ആവശ്യമില്ല, ലാൻഡ് ആവശ്യമില്ല, ലേബർ ആവശ്യമില്ല. ഇത് മൂന്നും ആവശ്യമില്ലാതെ, ലാൻഡോ ലേബറോ ക്യാപിറ്റൽ ഒന്നും തന്നെ ആവശ്യമില്ലാതെ നമ്മളുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് ഏതൊരാൾക്കും, ഇത് ലൈഫിൽ അംബീഷൻ ഉള്ള ഏതൊരാൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു സ്ലൈഡിന്റെ സഹായത്തോടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കുറച്ച് സമയം ക്ഷമയോടെ ഇരിക്കുക, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ഇപ്പൊ ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇവിടെയും നമ്മളെ സക്സസ്ഫുൾ ലൈഫിലോട്ട് നമ്മളെ നയിക്കുന്ന ഇന്ത്യയിലെ നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമായ വിന്നിംഗ് ടീം നമ്മളെ കറക്റ്റ് ഗൈഡൻസ് തന്നുകൊണ്ട്, നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് തന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ടാവും. ഇത് ഒരു കൂട്ടം ജേതാക്കളുടെ, ഇതിൽ വിജയിച്ച ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം എത്തിച്ചു കൊടുത്ത ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിന്റെ ഡ്രീം പ്രൊജക്ട് ആണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു കൺസ്യൂമറിനെ എംപവർ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെല്ലാം രാവിലെ ഗുഡ് മോർണിംഗ് തൊട്ട് ഗുഡ് നൈറ്റ് വരെ പല കമ്പനിയുടെ പല പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. ആസ് എ കൺസ്യൂമർ, ഒരു കൺസ്യൂമറിനെ നമുക്കൊരു സ്മാർട്ട് കൺസ്യൂമർ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണിത്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ. വാട്ട് ഈസ് യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ കുറച്ച് സ്വപ്നങ്ങളാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തത് നമ്മുടെ കയ്യിൽ വേണ്ടത്ര പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് പൈസ എന്നുള്ളത്. അപ്പൊ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒന്നാണ് ധാരാളം പൈസ ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? EMI എടുത്ത് ചിലപ്പോൾ ഒരു വാഹനം നമ്മൾ സ്വന്തമാക്കുന്നുണ്ടാവും. ഒരിക്കലും നമ്മുടെ ഡ്രീം വാഹനമാകില്ല, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വാഹനമായിരിക്കും നമ്മൾ സ്വന്തമാക്കുന്നുണ്ടാവുക. അതുപോലെ നമ്മളെല്ലാം ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ലൈഫ് സ്ട്രെസ്സും സ്ട്രഗിളും ഒക്കെ നിറഞ്ഞതാണ്. അതിൽ നിന്നൊരു റിലാക്സ് ആവാൻ ആഗ്രഹിക്കാത്തവരുടെ ആരും തന്നെ ഉണ്ടാവില്ല. അതിന് നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വിനോദയാത്രകൾ പോകുന്നുണ്ടാവും അല്ലേ. അപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന്. അതുപോലെ നമ്മുടെ ജീവിത അഭിലാഷമാണ് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? EMI എടുത്ത് ഒരു വീട് നിർമ്മിക്കുന്നുണ്ടാവും. ഒരിക്കലും നമ്മുടെ ഡ്രീം ഹൗസ് ആകില്ല, നമ്മുടെ
ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വീടായിരിക്കും നമ്മൾ നിർമ്മിക്കുന്നുണ്ടാവുക. ഇനി EMI എടുത്ത് നമ്മൾ വീടും കാറും ഒക്കെ സ്വന്തമാക്കിയാലോ, നമ്മളുടെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും നമ്മൾ EMI അടയ്ക്കാനായിരിക്കും വിനിയോഗിക്കുന്നുണ്ടാവുക. പിന്നീട് നമുക്ക് സേവിങ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് സന്തോഷത്തോടെ നമ്മുടെ ഫാമിലിയുമൊത്ത് നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. ഈ 5 കാര്യങ്ങൾ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഈ 5 സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പോകുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡ്രീംസ് ഒക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മുടെ സക്സസ്ഫുൾ ലൈഫിന് നമുക്ക് എന്തെല്ലാം അത്യാവശ്യമുണ്ട്? 4 ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ലൈഫ് വിജയകരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ധാരാളം പൈസ, അതുപോലെ പൈസ ചെലവഴിക്കാൻ സമയം. നമുക്കറിയാം ബിസിയുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ ഈ ലോകത്തുണ്ടല്ലേ. കാരണം വലിയ ബിസിയുള്ള ബിസിനസ്മാൻമാര്, അതുപോലെ തന്നെ ബിസിയുള്ള മറ്റു പ്രൊഫഷണലി ബിസിയുള്ള ആൾക്കാരൊക്കെ, അവർക്ക് പൈസ ഉണ്ടാവും, പക്ഷെ അവരുടെ കുഞ്ഞുങ്ങളൊത്ത് ഒന്ന് പുറത്തു പോകാൻ, അവരുടെ ഫാമിലിയും ഇത് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ സമയം ലഭിച്ചു എന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ ലൈഫ് ഒരിക്കലും ഒരു സക്സസ് ആവില്ല. അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യം. നമ്മളുടെ പൈസയുണ്ട്, അത് ചിലവഴിക്കാൻ സമയമുണ്ട്, നല്ലൊരു ആരോഗ്യമില്ലെങ്കിലോ നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു വിജയകരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ വിജയകരമായ ലൈഫിന് പ്രോപ്പർ ഹെൽത്ത് കൂടിയേ തീരൂ. അതുപോലെ ലൈഫ് സെക്യൂരിറ്റി, നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം കൂടി അത്യാവശ്യമാണ്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ, അതായത് ഇനഫ് മണി, ഇനഫ് ടൈം, പ്രോപ്പർ ഹെൽത്ത്, ലൈഫ് സെക്യൂരിറ്റി, ഈ 4 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഒരു സക്സസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. അതുപോലെ എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ വരുമാനത്തെ കുറിച്ചാണ്. വാട്ട് ഈസ് യുവർ ഇൻകം സ്റ്റാറ്റസ്? ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു വരുമാന സ്രോതസ് എന്താണ്? വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? നിങ്ങളുടെ ഇപ്പോഴുള്ള ജോലിക്ക് എന്തെങ്കിലും സുരക്ഷിതത്വമുണ്ടോ? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്പ്? ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു വരുമാനം നിലച്ചാൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് മാനേജ് ചെയ്യുന്നുണ്ടാവുക? ഡു യു ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മിക്കവാറും ഉള്ളവരുടെ ആൻസർ എല്ലാം നോ ആയിരിക്കും അല്ലെ. ഇതെല്ലാം എസ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. ഇനി ഇവിടെ വരുമാനത്തെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് 2 വരുമാനങ്ങൾ നേടിയെടുക്കാനാണ് സാധിക്കും. ഇന്ന് ലോക ജനത 2 വരുമാനങ്ങൾ നേടിയെടുക്കുന്നവരാണ്. ഒന്ന് ആക്റ്റീവ് മണിയും, 2 പാസീവ് മണി ഇൻകവും. അതുപോലെ ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുമാനം ലഭിക്കുക. ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവുക അല്ലെ. നമ്മുടെ ആബ്സെൻസിൽ നമുക്ക് ഒരിക്കലും അവിടെ വരുമാനം ലഭിക്കുന്നുണ്ടാവില്ല. അത് 2 കാറ്റഗറിയിലുള്ളവർ ഇന്ന് ആക്റ്റീവ് മണി ഏൺ ചെയ്യുന്നുണ്ട്. എംപ്ലോയി ഓർ സെൽഫ് എംപ്ലോയി. എംപ്ലോയി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവർ, അത് ഡെയിലി വേജസ് ആവും, മന്ത്ലി വേജസ് ആവും. അവർ ജോലി ചെയ്യുന്ന ആ ഒരു മണിക്കൂർ അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് പൈസ ലഭിക്കുന്നുണ്ടാവുക. അവർ ജോലി ചെയ്യുന്നു, അതിന് വരുമാനം വാങ്ങുന്നു. ജോലി എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ അവരുടെ വരുമാനവും നിലയ്ക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് സെൽഫ് എംപ്ലോയി. സ്കിൽ ഉപയോഗിച്ച് ജോലി ചെയ്യുക, അതായത് തയ്യൽ തൊഴിലാളികൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വക്കീലന്മാരും, അതുപോലെ തന്നെ ചെറുകിട വ്യവസായികൾ. ഇവരും ഇവരുടെ ആബ്സെൻസിൽ ഇവർക്ക് പൈസ ലഭിക്കില്ല. ഇവർ എപ്പോഴാണോ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും ഇവർക്ക് പൈസ ലഭിക്കുന്നുണ്ടാവുക. അതായത് ഇവർ ആക്റ്റീവ് ഇൻകം ഏൺ ചെയ്യുന്നവരാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ന് ലോക ജനതയുടെ 95% ആൾക്കാരും ഈ ഒരു ആക്റ്റീവ് ഇൻകം ആണ് ഏൺ ചെയ്യുന്നത്. ഇവരുടെ ഒരു വെൽത്ത് എന്ന് പറയുന്നത്, ഇവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് വെറും 5% മാത്രമായിരിക്കും. ഈ പാസീവ് ഇൻകം ഏൺ ചെയ്യുന്നവരോ ബിസിനസ് ഓണേഴ്സ്. നമുക്കറിയാം ലോകത്ത് പല ഭാഗത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. ലുലു മാള്, അതുപോലെ കല്യാൺ സിൽക്സ്, സ്വയംവര സിൽക്സ്, ഇവരൊക്കെ പല ഭാഗത്ത് ഇവർക്ക് ഷോപ്പുകളുണ്ട്. പക്ഷെ എല്ലാ ദിവസവും ഇവരെ ഷോപ്പിൽ പോയിട്ടല്ല ബിസിനസ് ചെയ്യുന്നത്. ഇവിടെ അവരൊരു ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്ന 500-ലധികം തൊഴിലാളികളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരുടെ ആബ്സെൻസിൽ പോലും ഇവരുടെ ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവും. ഇവരുടെ ആബ്സെൻസിൽ പോലും ഇവരുടെ ഫാമിലിക്ക് ഇതിന്റെ വരുമാനം ലഭിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ആബ്സെൻസിൽ നമുക്ക് വരുമാനം ലഭിക്കുക, അങ്ങനെയുള്ള ആ ഒരു ഇൻകത്തിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ്. അതൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഒന്നീ ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങുന്നവരാവാം, അല്ലെങ്കിൽ ലാൻഡ് വാങ്ങിച്ചിട്ട് അതിൽ ബിൽഡിംഗ് കെട്ടി വാടകയ്ക്ക് കൊടുക്കുന്നവരും. ഇവിടെയും ഇവരുടെ ആബ്സെൻസിൽ പോലും ഇവരുടെ ഫാമിലിക്ക് ഇതിൽ നിന്ന് ഇൻകം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരും പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇന്ന് ലോക ജനസംഖ്യയുടെ വെറും 5% ആൾക്കാർ മാത്രമേ പാസീവ് ഇൻകം ഏൺ ചെയ്യുന്നുള്ളൂ. ഇവരുടെ വെൽത്ത് എന്ന് പറയുന്നത്, ഇവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് 95%-ഓളം സമ്പത്തും ഇവരുടെ കൈകളിലാണ് ഉള്ളത്.
ഇനി നമുക്കിവിടെ പാസീവ് ഇൻകവും ആക്റ്റീവ് ഇൻകവും ഒക്കെ ഏൺ ചെയ്യാനും നമ്മുടെ ഡ്രീം ഒക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാനും ഒക്കെ സാധിക്കും എന്ന് പറഞ്ഞു. ഇതിനോടൊപ്പം എന്തെല്ലാമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നമുക്ക് ലഭിക്കുന്നത്? വാട്ട് യു ഗെറ്റ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു വരുമാനം ഉണ്ടാവും അല്ലെ? ആ ഒരു വരുമാനം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഇന്ന് ഏതൊരു ഫാമിലിക്കും ഒരു എക്സ്ട്രാ ഇൻകം കൂടിയേ തീരൂ, കാരണം എക്സ്പെൻസ് അത്രയ്ക്കും വലുതാണ്. ആ ഒരു വരുമാനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണിത്. നിങ്ങൾ കഴിവുള്ളവരാണെങ്കിൽ, നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിയേക്കാൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന അൺലിമിറ്റഡ് ഇൻകം ആണ്. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി വേജസ് ആയാലും മന്ത്ലി വേജസ് ആയാലും അവിടെ നമുക്കൊരു ലിമിറ്റഡ് സാലറി ആയിരിക്കും. ആ ഒരു ലിമിറ്റഡ് സാലറിയിൽ നിന്ന് നമുക്കൊരു വർധനവ് വേണമെങ്കിൽ, ശമ്പള വർധനവ് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്നാൽ ഒരു ചെറിയ ശതമാനം മാത്രമായിരിക്കും നമുക്ക് അവിടെ ഇൻക്രിമെന്റ് ലഭിക്കുന്നത്. അത് നമുക്ക് 1 രൂപയെങ്കിലും ആരെങ്കിലും കൂട്ടിത്തരുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടാവും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഈ മാസം ഒരു നിശ്ചിത തുകയാണ് ലഭിച്ചെങ്കിൽ അടുത്ത മാസം നമുക്ക് അതിന് ഇരട്ടി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുവഴി നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളെല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെ? എന്തെങ്കിലും സാധനം വാങ്ങാൻ കടയിൽ പോകുമ്പോൾ ഡ്രസ്സോ ഓർണമെന്റ്സോ മൊബൈൽ ഫോണോ എന്ത് സാധനമോ ആയിക്കോട്ടെ, എന്ത് സാധനം വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ വിലയായിരിക്കും നോക്കുന്നുണ്ടാവുക. കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ, നമ്മുടെ പേഴ്സിലുള്ള പൈസയും അതിന്റെ വിലയും തമ്മിൽ ഒത്തുപോയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആ ഒരു സാധനം അവിടെ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസക്കുള്ള സാധനം വാങ്ങിയിട്ട് നിരാശയോടെ ആയിരിക്കും നമ്മൾ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ടാവുക. കാരണം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. മറിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നത് വഴിയോ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ടൈം ഫ്രീഡം ഇവിടെ പോസിബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൽ നിന്ന് നിങ്ങൾ 1-2 മണിക്കൂർ മാത്രം ഇതിലേക്ക് മാറ്റിവെച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ജോലിയെയോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ ഒന്നും തന്നെ തടസ്സപ്പെടുത്താതെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. എത്ര ബിസിയുള്ള ആൾക്കാരാണെങ്കിൽ കൂടി കുറച്ച് സമയമൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ? സോഷ്യൽ മീഡിയയിലെ യൂട്യൂബും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നോക്കി സമയം കളയുന്നവരാണ്, റീൽസ് കണ്ട് സമയം കളയുന്നവരാണ്. ആ ഒരു സമയം നിങ്ങൾ ഇതിലേക്ക് മാറ്റിവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇത് മനസ്സിലാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആയാലും ഹൗസ് വൈഫ് ആണെങ്കിലും മറ്റേതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ആർക്ക് വേണമെങ്കിൽ ലൈഫിൽ അംബിഷൻ ഉള്ള ഏതൊരാൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി മുന്നോട്ട് പോകാവുന്നതാണ്. കാരണം ടൈം ഫ്രീഡം ഇവിടെ പോസിബിൾ ആണ്. ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ആരോഗ്യത്തിൽ വളരെയധികം ചലഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം. നല്ലൊരു ആരോഗ്യമില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ലൈഫ് സക്സസ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നമുക്ക് നല്ലൊരു ആരോഗ്യം, പൈസയും കിട്ടുന്നു, സമയവും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ലീവ് എ ലെഗസി, ഒരു ലെജൻഡ് ആയിരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നു, അതിന്റെ വരുമാനം വാങ്ങുന്നു, ആ വരുമാനത്തിന്റെ ഒരു പങ്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എത്ര ഉന്നത പദവിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ആ ജോലി നമുക്ക് അതുപോലെ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ജോലി വേണമെങ്കിൽ നമ്മളെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവരെ പഠിപ്പിക്കണം. ഇന്ന് ഏതൊരു ചെറിയ കോഴ്സ് ചെയ്യണമെങ്കിലും ലക്ഷക്കണക്കിന് രൂപ വേണം. അതുകൊണ്ട് തന്നെ ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടാണ് അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോഴും അവർ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലി ആയിരിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലോ അവർ ആഗ്രഹിക്കുന്ന ഒരു സാലറിയോ ലഭിക്കണമെന്നില്ല. കാരണം തൊഴിലില്ലായ്മ അത്രയ്ക്കും രൂക്ഷമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ലൈഫായിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 18 വയസ്സാകുമ്പോൾ കൈമാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തലമുറകളോളം പാസ് ചെയ്ത് കൊടുക്കാനും തലമുറകളെ കൂടി നമുക്ക് സെക്യൂർ ആക്കാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി സാധ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തലമുറകളോളം നമ്മൾ ഓർത്തിരിക്കാനുള്ള അവസരവും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഏർലി റിട്ടയർമെന്റ് പോസിബിൾ ആണ്. ഇപ്പൊ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ റിട്ടയർഡ് ആകണമെങ്കിൽ 60-65 വയസ്സെങ്കിലും കഴിയണം അല്ലെ? ഈ 65 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ ആയിരിക്കും? അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് അവർ റിട്ടയർഡ് ആകുന്ന സമയത്ത് കുറെ രോഗങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നീട് അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമാകില്ല. പിന്നീട് അവർ കാലം കഴിച്ചു കൂടുന്ന ഹോസ്പിറ്റലും മെഡിസിനും ഒക്കെ ആയിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിന്നിംഗ് ടീം പറയുന്ന രീതിക്ക് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഏതൊരു പ്രവർത്തനവും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കുന്നുണ്ടാവും. ഇവിടെയും നമുക്ക് ട്രെയിനിങ്ങിലൂടെ എങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കറക്റ്റ് ഗൈഡൻസ് നമുക്ക് വിന്നിംഗ് ടീം നൽകുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെ 5 വർഷം മാത്രം നിങ്ങൾ പണിയെടുത്താൽ മതിയാകും. അതിനുശേഷം നിങ്ങൾ മാറി നിന്നാൽ പോലും ഈ ഭൂമുഖത്ത് ഇല്ല എങ്കിൽ പോലും എല്ലാ മാസവും 10-ാം തീയതി ഇൻകം നിങ്ങളുടെ ഫാമിലിക്ക് ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതായത് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏർലി റിട്ടയർമെന്റും ഇവിടെ പോസിബിൾ ആണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു. എനിക്ക് ഇതുപോലെ സംസാരിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷമാണ്, ഇതിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ്ങിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഇതുപോലെ
ഇതിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ്ങിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഇതുപോലെ സംസാരിക്കാനൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണ വ്യക്തിയും അസാധാരണ വ്യക്തിത്വത്തിന് ഉടമകളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഇവിടെ പോസിബിൾ ആണ്. ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനുള്ള അവസരം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. കമ്പനി വർഷത്തിൽ 3 ഫോറിൻ ട്രിപ്പുകളാണ് നടത്തി വരുന്നത്, 2 ഏഷ്യൻ ട്രിപ്പും 1 യൂറോപ്യൻ ട്രിപ്പും. ഏതൊരു സാധാരണക്കാരനും ഇതെല്ലാം അച്ചീവ് ചെയ്യാനും നമുക്ക് ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുക എന്നുള്ള നമ്മുടെ ആഗ്രഹം ഇതിലൂടെ സഫലീകരിക്കാനും സാധിക്കുന്നതാണ്. ഹെൽപ്പിംഗ് അതേഴ്സ്, ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെ സഹായിക്കുക ഈസി അല്ലല്ലേ, എക്സ്പെൻസ് അത്രയ്ക്കും വലുതാണ്. ഒരു ചെറിയ ഫാമിലി തന്നെ വളരെയധികം കാൽക്കുലേഷനോടുകൂടിയായിരിക്കും ഓരോ മാസവും തള്ളി നീക്കുന്നുണ്ടാവുക. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, ചിലപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ സഹായിച്ചു വരും. പക്ഷെ ലൈഫ് ലോങ് നമുക്ക് സാമ്പത്തികപരമായിട്ട് ആരെയും സഹായിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ള ഫാമിലിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വഴി നമുക്ക് മറ്റുള്ള ഫാമിലിയിലേക്ക് നല്ലൊരു ആരോഗ്യം, അതുവഴി ലൈഫ് ലോങ് നമുക്കൊരു വരുമാനവും എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള കാര്യം ഇവിടെ പോസിബിൾ ആണ്. ഇതെല്ലാം നമുക്ക് നേടിത്തരുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. 2004 ഡൽഹിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 10 പ്രോഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ്. പ്രൊഡക്റ്റിനെയൊക്കെ വരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് പ്രൊഡക്റ്റ് സെല്ലിംഗ് ബിസിനസ്സോ സ്റ്റാറ്റസ് ഇടുന്ന ഒന്നും തന്നെയല്ല. ഇതിന്റെ ഫൗണ്ടർ മിസ്റ്റർ ഗൗതം ബാരി സാറാണ് ചെയറിലിരിക്കുന്നത് സാർ. അതുപോലെ 2 കോ ഫൗണ്ടേഴ്സ് കൂടിയുണ്ട്, മിസ്റ്റർ കൻവ ബിൻസിൻ സാർ ആൻഡ് മിസ്റ്റർ ദീപക് സു സാർ. ഇവരുടെ വിഷനും മിഷനുമാണ് വെസ്റ്റീജ് എന്ന് പറഞ്ഞ കമ്പനി. അതുകൊണ്ട് തന്നെ 2025 ജൂൺ 2-ാം തീയതി ആകുമ്പോൾ 21 വർഷം വളരെ സക്സസോടെ പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. അപ്പൊ 10 പ്രോഡക്റ്റ് എന്നുള്ളിടത്ത് 450-ലധികം സ്വന്തം പ്രോഡക്റ്റും, അതുപോലെ 2 ഓഫീസ് എന്നുള്ളിടത്ത് 5000-ലധികം ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളിടത്ത് 4.5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറിനെ സൃഷ്ടിക്കാനായിട്ട് വെസ്റ്റീജ് കമ്പനിക്ക് സാധിച്ചു. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. വേൾഡിൽ നോക്കുകയാണെങ്കിൽ 38ാമത് പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനി. ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കൂടാതെ UAE, സൗദി, ബഹ്റൈൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഫിലിപ്പീൻസ് ആൻഡ് ഐവറി കോസ്റ്റ്, ഇത്രയും രാജ്യങ്ങൾ കമ്പനി ഓൾറെഡി റണ്ണിംഗ് ആണ്. മറ്റ് അതർ കൺട്രിയിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. ഇതിന് ഒരുപാട് അവാർഡ് റെക്കഗ്നേഷൻ കിട്ടിയ ഒരു കമ്പനിയാണ്. India's Best Company of the Year 2017, Best Nutraceutical Company of the Year Award 2017 and 2018, അതുപോലെ ബ്രാൻഡ് ഗ്ലോബൽ 100 അവാർഡ്, ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്നുള്ള അവാർഡ്, അതുപോലെ നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് 2021. ഒരുപാട് അവാർഡ് റെക്കഗ്നേഷൻ കിട്ടിയ കമ്പനിയാണ്. കുറച്ച് അവാർഡുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കമ്പനിയുടെ നട്ടെല്ലെന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകളാണ്. ആ പ്രൊഡക്റ്റിന്റെ പ്രൊഫൈൽ നമുക്കൊന്ന് നോക്കാം. എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്, വിവിധ ശ്രേണിയിലുള്ള പ്രൊഡക്റ്റുകൾ, അഫോർഡബിൾ പ്രൈസ്, ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന വില, ഇന്റർനാഷണൽ ക്വാളിറ്റിയോടുകൂടി എല്ലാ രാജ്യത്തും ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മണി ബാഗ് ഗ്യാരണ്ടി 100% മണി ബാഗ് ഗ്യാരണ്ടിയോടുകൂടിയാണ് ഓരോ പ്രൊഡക്റ്റും കമ്പനി നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്നുണ്ടാവുക. 450-ലധികം പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് 16 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വെസ്റ്റീജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹാർട്ട്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ഗ്ലിസമി ഹെൽത്ത്, ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷൻ, വുമൻസ് ഹെൽത്ത്, ഐസ് ആൻഡ് ഹെൽത്ത് ഫുഡ്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, സ്കിൻ കെയർ ആൻഡ് ആന്റി ഏജിംഗ്, കളർ കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ, അഗ്രികൾച്ചർ, വാട്ടർ പ്യൂരിഫയർ ആൻഡ് മെനി മോർ. ഇങ്ങനെ 450-ലധികം പ്രൊഡക്റ്റിനെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 16 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് പ്രൊഡക്റ്റ് കാണാം. നിങ്ങൾ ആദ്യം വിചാരിക്കും ഇത് മരുന്നുകളാണ്. ഇത് മരുന്നുകളല്ല, ഫുഡ് സപ്ലിമെന്റേഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീൻസോ ഒന്നും തന്നെ നമ്മുടെ ഫുഡിലൂടെ ലഭിക്കുന്നില്ല. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് വിവിധ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത്. അപ്പൊ നമ്മളുടെ ബോഡിയെ ആരോഗ്യത്തോടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്ന ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്. നമുക്ക് ആ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ എല്ലുകളെയും ജോയിന്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന, ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ വരുന്നത്. നമുക്കറിയാം, ഇന്ന് 35 വയസ്സിന് ശേഷം എല്ലാവർക്കും മുട്ടുവേദന അനുഭവപ്പെടാറുണ്ട് അല്ലെ? സന്ധിവേദന, മുട്ടുവേദന, തേയ്മാനങ്ങൾ, ഇങ്ങനെ കൊണ്ട് പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അവർക്ക് കൊടുക്കാൻ സഹായിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് ആണ് ഈ ഒരു ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ വരുന്നത്. ഗ്ലൂക്കോസാമിൻ, അതുപോലെ കൊളാജിൻ, കാൽഷ്യം ഒക്കെയാണ് ഈ ഒരു ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ വരുന്നത്. അതുപോലെ ഗ്ലിസമി ഹെൽത്തിൽ വരുന്നത് ഷുഗർ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റും. ഇന്ന് നമുക്കറിയാം, ദിവസം ചെല്ലുന്തോറും ഷുഗർ പേഷ്യന്റ് എണ്ണം കൂടി വരികയാണ്. ആദ്യം ഒരു ടാബ്ലറ്റിൽ തുടങ്ങും, പിന്നെ ഇൻസുലിൻ ആവും, പിന്നെ ഈ ഒരു ഷുഗർ പല അവയവങ്ങളെ കീഴ്പ്പെടുത്തിയും പെട്ടെന്ന് തന്നെ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ മരണത്തിന് അടിമപ്പെടുകയും ചെയ്യും. അപ്പൊ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് നല്ലൊരു ആരോഗ്യം മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് സഹായിക്കും. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന, അവർക്ക് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഗ്ലിസമി ഹെൽത്തി വരുന്നത്. നീമിന്റെ, ആര്യവേപ്പിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നിട്ടുള്ള നീം, അതുപോലെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക്, പഞ്ചസാര ഒഴിവാക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് മധുര തുളസിയുടെ എക്സ്ട്രാക്റ്റിൽ നിന്നിട്ടുള്ള സ്റ്റീവിയ,
ഒക്കെയാണ് നമുക്ക് ഒരു ഗ്ലിസമി ഹെൽത്തിൽ വരുന്നത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, അത് നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിൽ വരുന്നത്. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്തുള്ള പ്രോഡക്റ്റ് ആണ് ആംല, അതുപോലെ നോനി. ഇതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണ്. സർവ്വരോഗ സംഹാരി എന്നാണ് ഈ ഒരു നോനി അറിയപ്പെടുന്നത്. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും എനർജി ബൂസ്റ്ററും ഒക്കെയാണ് ഈ ഒരു നോനി. അതുപോലെ സ്പൈറുലീന, അത് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. നാസ ഇതിനെ സൂപ്പർ ഫുഡ് ഓഫ് എർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇതും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും അതുപോലെ എനർജി ബൂസ്റ്ററും കൂടിയാണ്. അതുപോലെ കൊളസ്ട്രം, പശു പ്രസവിച്ച ആദ്യത്തെ പാലിന്റെ പേരാണ് കൊളസ്ട്രം. ആ പേരിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റും അറിയപ്പെടുന്നത്. അതും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും അതുപോലെ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു കൊളസ്ട്രം. അതുപോലെ അലോവേര, കറ്റാർ വാഴ, അത് പുരാതന കാലം തൊട്ട് തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിലും അതുപോലെ ആയുർവേദത്തിലും ഒക്കെ ഒരു ഔഷധ ചെടിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സസ്യമാണ് കറ്റാർ വാഴ. അതിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അലോവേര. അടുത്ത വെസ്റ്റീജ് പ്രൈമിൽ വരെയാണ്. പ്രാഥമികമായി നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഈ ഒരു വെസ്റ്റീജ് പ്രൈമിൽ വരുന്നത്. ഫസ്റ്റ് നമുക്ക് പറയാം മൾട്ടി വൈറ്റമിൻ ഗമ്മീസ്. അത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന മുട്ടായി രൂപത്തിലുള്ളതായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു മൾട്ടി വൈറ്റമിൻ ഗമ്മീസ്. മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും ഒരു റിച്ച് കലവറ തന്നെയാണ് ഈ ഒരു മൾട്ടി വൈറ്റമിൻ ഗമ്മീസ്. നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ മെറ്റാബോളിസത്തെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന, ബോഡി ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുഖത്തൊക്കെ വൈറ്റ് സ്പോട്ടുകൾ കാണാനുണ്ട്, ഈ ഒരു വൈറ്റമിന്റെ കുറവുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഈ ഒരു മൾട്ടി വൈറ്റമിൻ ഗമ്മീസ്. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ പോഷകാഹാര കുറവിനും ആഹാരം കഴിക്കാൻ വിസമ്മതിക്കുന്ന മക്കൾക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഈ ഒരു മൾട്ടി വൈറ്റമിൻ ഗമ്മീസ്. അതുപോലെ കോംബയോട്ടിക്സ്, നമ്മുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു കോംബയോട്ടിക്സ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ എസെൻഷ്യൽ ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ ഒരു കോംബയോട്ടിക്സ്. അതുപോലെ സീബക്ടൺ, ഇതൊരു ബെറിയാണ്. വൈറ്റമിൻസിനും മിനറൽസിനും ഒരു ഭണ്ഡാരം തന്നെയാണ് ഈ ഒരു സീബക്ടോൺ. നമ്മൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ക്രിൽ ഓയിൽ, ഒമേഗ 3 ഒമേഗ 6 ഒരു റിച്ച് കലവറ തന്നെയാണ് ഈ ഒരു ക്രിൽ ഓയിൽ. നമ്മളുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനും ബ്ലഡ് ക്ലോട്ടിനെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ സ്ട്രോക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനും സ്ട്രോക്കിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ക്രിൽ ഓയിൽ. അതുപോലെ ഡിറ്റോക്സ് ആൻഡ് റെജുവിനേഷൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇന്ന് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും വിഷാംശം അടങ്ങിയതാണ് അല്ലെ. ഈ ഫുഡ് കഴിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ ഒരു ഫുഡിലുള്ള എല്ലാ വിഷാംശവും നമ്മുടെ ശരീരത്തെ അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഡിറ്റോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നത്. പൈൽസ്, മലബന്ധം ഇവയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഫൈബർ, അതുപോലെ ഗാനോഡെർമ, ഇതൊരു മഷ്റൂം ആണ്. പിന്നെ ഐ സപ്പോർട്ട്, ഇന്ന് നമുക്കറിയാം 45 വയസ്സിന് മുകളിലോട്ടാകുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നുണ്ടാവും. ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഐ സപ്പോർട്ട്. ബെസ്റ്റ് റിസൾട്ട് ഓറിയന്റഡ് പ്രോഡക്റ്റ് ആണ്. അതുപോലെ മൊബൈലിന്റെ ഉപയോഗം കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുകയും അതുപോലെ ഇച്ചിങ്ങും ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. അവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഐ സപ്പോർട്ട്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ വരുന്നത്, നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ വരുന്നത്. അതായത് ലോ ബോഡി വെയിറ്റ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, അതുപോലെ അമിത വണ്ണമുള്ളവർക്ക് വെയിറ്റ് കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ സഹായിക്കുന്ന വിസ്ലിം പ്രൊഡക്റ്റ് ഉണ്ട്. വിസ്ലിം ഷെയ്ക്ക്, അത് വാനില, മാംഗോ, കുൽഫി ഒക്കെ ഫ്ലേവറിൽ അറിയപ്പെടുന്ന വിസ്ലിം ഷെയ്ക്കുകളുണ്ട്. വിസ്ലിം ടീ, അതുപോലെ വിസ്ലിമിന്റെ എനർജി ഡ്രിങ്ക്, വിസ്ലിം ക്യാപ്സ്യൂളൊക്കെ നമുക്ക് ഒരു ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ വരുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി തന്നെ നമുക്ക് വെസ്റ്റീജ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വെസ്റ്റീജ് കമ്പനി നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വിമൻസ് ഹെൽത്ത് എന്ന പേരിൽ PCD പ്രോബ്ലം ഉള്ളവർക്ക്, ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്തുള്ള ശതാവരി മാക്സ്, അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ക്രാൻബെറി, യൂറിൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന യു കൺട്രോള്, അതുപോലെ ഫോളിക് ആൻഡ് അയൺ പ്ലസ്, അതുപോലെ മറ്റു പ്രൊഡക്റ്റ് നമ്മുടെ അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് ആണ് ഈ ഒരു വിമൻസ് ആൻഡ് ഹെൽത്തിൽ വരുന്നത്. പ്രോ ഹാർട്ടിൽ വരുന്നത്, നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് ആണ് നമ്മളെ പ്രോ ഹാർട്ടിൽ വരുന്നത്. ഫ്ലാക്സ് ഓയിൽ, ഒമേഗ 3 ഒമേഗ 6 ഒമേഗ 9 ആൽഫ ലിനോണിക് ആസിഡ് ഇവയൊക്കെ അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫ്ലാക്സ് ഓയിൽ. ചണസീഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഫ്ലാക്സിൽ. ഇവ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനും ആർട്ടറിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതും തടയുന്നു. അതുപോലെ ക്യോൻസം ക്യൂട്ടൻ കോശങ്ങളുടെ ഊർജ്ജോൽപാദനത്തിന് സഹായിക്കുന്നു. ക്യൂട്ടൻ ഹൃദയരോഗത്തെ മെച്ചപ്പെടുത്താനും പേശികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. ബൈപ്പാസ് കഴിഞ്ഞവർക്ക് പെട്ടെന്ന് റിക്കവർ ആകാനും ഈ ഒരു ക്യോൻസം ക്യൂട്ടൻ സഹായിക്കുന്നുണ്ടാവും.
അതുപോലെ എല്ലാർജിൻ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനും BP കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എല്ലാർജിൻ. ഇനി ഒരു കൂട്ടം ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ് ഐസാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത്, റെസ്പോ കെയർ, ഗ്ലൂക്കോ ഹെൽത്ത്, അങ്ങനെ കുറെ പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ ഐസാൻഡയിൽ. അതുപോലെ ഫുഡ് ഐറ്റംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഹെൽത്ത് ഫുഡിൽ വരുന്നത്. omega-3 അടങ്ങിയ കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ, പ്രകൃതിയാൽ റീഫൈൻ ചെയ്ത തവിടെണ്ണ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, ബ്രേക്ക്ഫാസ്റ്റ് അറയില്, ടീ, കോഫി പൊടി, സ്പൈസി ടീ, കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഇൻഡിഗോയുടെ പ്രോട്ടീൻ പൗഡർ, അതുപോലെ ഫ്രഷ് അപ്പ് ഡ്രിങ്ക് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 4 ടൈപ്പ് വൈറ്റമിൻ സ്പ്രേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വൈറ്റമിൻ ഗുളിക കഴിക്കുകയാണെങ്കിൽ അത് അബ്സോർവ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും അല്ലെ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നാക്കിനിടയിൽ ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്താൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്ന അബ്സോർബിറ്റുകളാണ്. 4 ടൈപ്പ് സ്പ്രേ ഉണ്ട്. മൾട്ടി വൈറ്റമിൻ, അതുപോലെ വൈറ്റമിൻ D, വൈറ്റമിൻ B12, വൈറ്റമിൻ C. ഓറൽ കെയർ വരികയാണെങ്കിൽ 3 ടൈപ്പ് പേസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ മൗത്ത് വാഷ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് അവൈലബിൾ ആയിട്ടുണ്ട്. പേഴ്സണൽ കെയറിൽ വരികയാണെങ്കിൽ ഫുഡ് ക്രീം, ഫെയർനെസ് ക്രീം, BB ക്രീം, അതുപോലെ സൺസ് ക്രീം, ബോഡി ലോഷൻസ്, മോയ്സ്ചറൈസർ ക്രീം, അതുപോലെ ഹാൻഡ് വാഷ്, സാനിറ്റൈസർ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ DFM 76 മുകളിലുള്ള 4 ടൈപ്പ് സോപ്പ്, അതുപോലെ ബോഡി സ്പ്രേ, ടാൽക്കം പൗഡർ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. മുടിയുടെ സംരക്ഷണത്തിന് വരുന്ന ഹെയർ ഓയിൽ, ഹെയർ സ്പാ, ഹെയർ കണ്ടീഷണർ, ഡെയിലി കെയർ ഷാമ്പു ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നാച്ചുറൽ പേഴ്സണൽ കെയറിൽ വരികയാണെങ്കിൽ പപ്പായ സ്ക്രബ്, മഡ് മാസ്ക്, ചാർക്കോൾ പീൽ മാസ്ക് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. വണ്ടിയുടെ എഫിഷ്യൻസി കൂട്ടുന്ന നാനോ എനർജൈസർ നമുക്ക് അവൈലബിൾ ആയിട്ട്. അതുപോലെ നമുക്കൊരു ക്ലീനിങ് സെഷൻ തന്നെ ഉണ്ട് ഹൈവെസ്റ്റ് എന്ന പേരിൽ. ഡിഷ് വാഷ് ലിക്വിഡ്, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ഡിറ്റർജന്റ് ലിക്വിഡ്, ഡിറ്റർജന്റ് പൗഡർ, ഗ്ലാസ് ക്ലീനർ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മെൻസിന്റെ സൗന്ദര്യം നിലനിർത്തുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി ട്രൂമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സോപ്പ്, അതുപോലെ ഫേസ് വാഷ്, ബോഡി സ്പ്രേ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. വെൽനോഡ ലിപ് ബാം, ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മിസ്റ്റർ ഓഫ് മിലാൻഡ ഐലൈൻ, മസ്കാര, കാജല്, ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സ്കിൻ ഫോമുല 9 ഇതൊരു ട്രീറ്റ്മെന്റ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ മുഖത്തെ 3 ലെയർ പോയി റിപ്പയർ ചെയ്തുകൊണ്ട് മുഖം ഫ്രഷ് ആകാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സ്കിൻ ഫോമുല 9 വരുന്നത്. മുഖത്തെ കാലകളും പാടുകളും മാറ്റുന്ന ബ്ലെമിഷ് ജെല്ല്, അതുപോലെ കണ്ണിന്റെ ഇടയിലെ കറുപ്പ് വരുന്ന അണ്ടറൈസർ, നമുക്കൊരു 35-40 വയസ്സൊക്കെ മുഖത്ത് ചുളിവുകളൊക്കെ ഉണ്ടാവും അല്ലെ. ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന യൂത്ത് എലിക്സൺ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ സ്കിൻ ഫോമുല 9. അതുപോലെ ഇന്ന് നമുക്ക് ജൈവ കൃഷി സപ്പോർട്ട് ചെയ്യുന്ന കുറെ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ കൂടുതലും കൃഷിക്ക് ഉപയോഗിക്കുന്ന രാസവളങ്ങളാണ് അല്ലെ. ഇതിന്റെ ഫലമായിട്ട് മണ്ണിന്റെ pH വാല്യൂ നഷ്ടപ്പെടുന്നുണ്ടാവും. ഇത് മണ്ണിന്റെ pH വാല്യൂ നൽകിക്കൊണ്ട് ഉൽപാദന ചെലവ് കുറച്ചുകൊണ്ട് കൂടുതൽ വിളവ് ലഭിക്കുന്ന റിസൾട്ട് ഓറിയന്റഡ് ഉള്ള അഗ്രി പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഷാർപ്പ് കമ്പനി വെസ്റ്റീജ് പാറ്റേൺ ആയിട്ട് തയ്യാറാക്കുന്ന 2 ടൈപ്പ് വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആയിട്ട്. ഒന്ന് വാൾ സെറ്റ് ചെയ്യുന്ന പോർട്ടബിൾ ആയിട്ട് നമുക്ക് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ സഹായിക്കുന്ന വാട്ടർ പ്യൂരിഫയർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ കമ്പനി ഏതെന്ന് മനസ്സിലാക്കി, കമ്പനിയിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റുകൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഒരു ചെറിയൊരു ഔട്ട്ലൈൻ മനസ്സിലാക്കി. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ വീട്ടിലത്തെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ഈ ഒരു മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ്. അതായത് ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നേരിട്ട് വാങ്ങുന്നില്ല. നമ്മൾ വാങ്ങുന്നത് നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്നാണ്. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആ ഒരു ഷോപ്പിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മാധ്യമങ്ങൾ പരസ്യം കണ്ടിട്ടാണ്. സെലിബ്രിറ്റീസ് പരസ്യം കാണിക്കാൻ നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ പേര് മനസ്സിലാക്കും, ഉപയോഗം മനസ്സിലാക്കും, നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ പോയി ചോദിച്ച് വാങ്ങുന്നുണ്ടാവും. ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് പല കൈകൾ മറിഞ്ഞ് C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ എന്നിങ്ങനെ പല കൈകൾ മറിഞ്ഞായിരിക്കും കൺസ്യൂമറെ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്നുണ്ടാവുക. നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് നമ്മൾ 100 രൂപ കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് ഉൽപാദന ചെലവ് എന്ന് പറയുന്നത് വെറും 40 രൂപ മാത്രമായിരിക്കും. ബാക്കി 60 രൂപയോളം വരുന്ന വലിയൊരു തുക കമ്പനി MRP റേറ്റിലൂടെ നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ടാണ് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ വീതിച്ചു കൊടുക്കുന്നുണ്ടാവുക. നമ്മളിവിടെ പൈസ കൊടുക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്ന എന്നതിലുപരി നമുക്കിവിടെ യാതൊരുവിധ ലാഭവും ഇല്ല. മറിച്ച് നമ്മളിലൂടെ ലാഭം ഉണ്ടാക്കുന്നതും നമ്മളിലൂടെ പണക്കാരാകുന്നതും ഈ ഇടനിലക്കാരും പരസ്യക്കാരും കമ്പനിയും ഒക്കെയാണ്. വെസ്റ്റീജ് കമ്പനി 480ലധികം പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ആണെന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് സ്ലൈഡിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ആരും തന്നെ ഇല്ല.
കമ്പനിയിൽ നിന്ന് നേരിട്ടാണ് കൺസ്യൂമർക്ക് പ്രൊഡക്റ്റുകൾ കൈമാറുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന മെത്തേഡിലൂടെ. അതുകൊണ്ട് തന്നെ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് നമ്മൾ 100 രൂപ കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ഉൽപാദന ചിലവ് 40 രൂപ കഴിഞ്ഞ് ബാക്കി വരുന്ന ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ഈ ഒരു ലാഭവിഹിതം, ഈ 60% വരുന്ന ഈ ഒരു ലാഭവിഹിതം ഇതിന്റെ കൺസ്യൂമർക്ക് തന്നെ കമ്പനി തിരികെ നൽകുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ മാർക്കറ്റിംഗ് വിങ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന കൺസ്യൂമർ തന്നെയാണ്. അത് മാത്രമല്ല ഈ പ്രൊഡക്റ്റുകളെല്ലാം തീർത്തും നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മനുഷ്യനോ പ്രകൃതിക്കോ യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ്. ഇത് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും നമ്മൾക്ക് പലവിധ ഹെൽത്ത് പ്രോബ്ലം റിക്കവർ ആകാനും നമ്മുടെ ഹോസ്പിറ്റൽ ചികിത്സ ഒഴിവാക്കാനും സാധിക്കുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു 60% വരുന്ന ഈ ഒരു ലാഭവിഹിതം നമ്മൾക്ക് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ആരാണോ അവരെ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒരു ഐഡിയ എടുക്കുക. ആ ഐഡിയ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു കാര്യം മാത്രം. നമ്മുടെ വീടിനടുത്ത് പുതുതായിട്ട് ഒരു ഷോപ്പോ മാളോ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നവരാണ് അല്ലെ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളുടെ വീട്ടിലത്തേക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ഷോപ്പിനെ ഒന്ന് ചേഞ്ച് ചെയ്യുക. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതോടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വലിയ തോതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന്റെ ഒരു കൺസ്യൂമറായി നിന്നാൽ പോലും നമുക്ക് 50% ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ എത്രയോ വർഷം കൊണ്ട് നമ്മളെ തൊട്ടടുത്ത ഷോപ്പിലെ കൺസ്യൂമേഴ്സ് ആണ്. നമുക്ക് അവിടെ ഒന്നും യാതൊരുവിധ ലാഭവും ലഭിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു കൺസ്യൂമറായി നിന്നാൽ പോലും നമുക്ക് 50% ബെനിഫിറ്റ് നേടുന്നു. ഇവിടെ നമ്മൾ ഒരു ഡിജിറ്റൽ ഐഡി എടുക്കുന്നുണ്ട്. ആ ഒരു ID നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് MRP റേറ്റിൽ നിന്ന് നമുക്ക് 10 മുതൽ 20% വരെ ഓഫിലാണ് ഓരോ പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. അതുപോലെ റീപർച്ചേസിംഗ് ഓഫർ അപ് ടു 10%, ഓരോ പർച്ചേസിംഗിന് നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. അതുപോലെ ക്യാഷ് ബാക്ക്, ഇതൊരു ടേൺ ഓവർ ബേസ്ഡ് ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്ന ടേൺ ഓവർ അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ലാഭവിഹിതം നമുക്ക് പിറ്റേ മാസം 10-ാം തീയതി കമ്പനി നമ്മുടെ അക്കൗണ്ടിൽ നൽകുന്നുണ്ടാവും. സ്റ്റാർട്ടിങ് 5% ആയിരിക്കും. 5 8 8 12 12 16. ഓരോ മാസവും നമ്മൾ കൊടുക്കുന്ന ടേൺ ഓവർ അനുസരിച്ച് നമ്മൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിന്റെ ലാഭവിഹിതം നമുക്ക് പിറ്റേ മാസം 10-ാം തീയതി കമ്പനി നമ്മുടെ അക്കൗണ്ടിൽ നൽകുന്നുണ്ടാവും. അതുപോലെ മണി ബാക്ക് ആൻഡ് 100%. അത് എടുത്തു പറയേണ്ടതക്ക ഒരു ബ്യൂട്ടിയാണ്. കാരണം ഇത്രയും നാളും നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പിലെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവരാണല്ലേ. ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊഡക്റ്റുകളായിരിക്കും നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവുക. നമ്മുടെ ബന്ധുവിന്റെ കടയാവാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ കടയാവാം. എന്നാലും നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചു കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അതിന്റെ നിറമോ മണമോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരികെ കടയിൽ കൊടുക്കുകയാണെങ്കിൽ അവരത് എടുക്കില്ല. പക്ഷെ വെസ്റ്റീജ് കമ്പനിയിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് 30% ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമ്പനിയെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അത്രയും പൈസ കമ്പനി തിരികെ തരാൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1 രൂപ നഷ്ടം വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് MRP റേറ്റിൽ നിന്ന് വില കുറച്ച് സാധനം തരുന്നു, അതിന്റെ ഫ്രീ പ്രൊഡക്റ്റ് തരുന്നു, അതിന്റെ ലാഭവിഹിതം തരുന്നു. അഥവാ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് പൈസ തിരികെ തരാനും കമ്പനി റെഡിയാണ്. 100% റീഫണ്ട് പോളിസിയോടുകൂടി 100% ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഓരോ പ്രൊഡക്റ്റും കമ്പനി നമ്മുടെ കൈകളിലേക്ക് തരുന്നുണ്ടാവുക. ഇനി ഒരു ഓഫർ കൂടി കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഇത് സ്ഥിരം കസ്റ്റമർ കൊടുക്കുന്ന ഒരു ഓഫറാണ്. നമ്മളെല്ലാം സ്ഥിരം കസ്റ്റമർ ആണല്ലേ. നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഷോപ്പിന്റെ സ്ഥിരം കസ്റ്റമർ. എത്രയോ വർഷം കൊണ്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊഡക്റ്റുകളാണ് അവിടെ നിന്ന് വാങ്ങുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഒരു ഫ്രീ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ലാഭവിഹിതമോ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ സ്ഥിരം കസ്റ്റമർക്ക് നമുക്ക് പ്രത്യേക ഒരു ഓഫർ, കൺസിസ്റ്റൻസി ഓഫർ എന്ന പേരിൽ കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. എല്ലാ മാസവും ഈ ഒരു ഓഫറുകൾ തരുന്നതോടൊപ്പം, ഈ ഒരു വരുമാനം നമുക്ക് തരുന്നതോടൊപ്പമാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഓഫർ കൂടി കമ്പനി നമുക്ക് നൽകുന്നുണ്ടാവുക. ഇവിടെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പോയിന്റ് വാല്യൂ ഉണ്ടാവും. അങ്ങനെ ഒരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ്, 100 പോയിന്റ് ആകുമ്പോൾ ഏകദേശം 3000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5-ാമത്തെ മാസം നമുക്ക് 2515 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കൂടി കമ്പനി നമുക്ക് നൽകുന്നുണ്ടാവും. അത് കമ്പനി നൽകുന്ന പ്രൊഡക്റ്റിൽ നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് ഈ 2515 രൂപയ്ക്ക് പ്രൊഡക്റ്റുകൾ എടുക്കാവുന്നതാണ്. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. ഇവിടെ പ്രത്യേകിച്ച് ഒരു നിബന്ധനയോ ക്രൈറ്റീരിയോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇങ്ങനെ ഒരു കൺസ്യൂമറായി നിന്നാൽ പോലും നമുക്ക് 50% ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഈ കൺസ്യൂമർ ബെനിഫിറ്റിനോടൊപ്പം നമുക്ക് 9 ടൈപ്പ് ഇൻകം കൂടി കമ്പനി ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേവിങ്സ് ഓഫ് കൺസപ്ഷൻ 20%, അതുപോലെ റീപർച്ചേസിംഗ് ഓഫ് 5 to 60%, പെർഫോമൻസ് ബോണസ് 5 to 16%, ഡയറക്ട് ബോണസ് 15%, ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർഡീം ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ് ബോണസ് 2%.
ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ സ്പോൺസർ ഉണ്ടാവും, അതുപോലെ വെസ്റ്റീജ് കമ്പനി ഉണ്ടാവും, വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു പെർഫോമൻസ് ബോണസ് 5 to 16%. അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് നോക്കാം. ഇവിടെ ഓരോ പ്രോഡക്റ്റിനും ഓരോ പോയിന്റ് വാല്യൂ ഉണ്ടാവും. അങ്ങനെ ഒരു PV നമ്മൾ അതായത് 30 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ബിസിനസ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 5% ആകുന്നതും അത് 800 PVയിലേക്ക് വരുമ്പോൾ, അതായത് 18,000 രൂപയുടെ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 8% ആകുന്നുണ്ടാവും. 2,400 PV നമ്മൾ കൊണ്ടുവരുമ്പോൾ, അതായത് 72,000 രൂപയുടെ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 12% ആകുന്നുണ്ടാവും. 5,500 PV നമ്മൾ കൊണ്ടുവരുമ്പോൾ, അതായത് 1,65,000 രൂപയുടെ ബിസിനസ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 16% ആകുന്നുണ്ടാവും. ഇത് നമുക്കൊരു സിംഗിൾ മന്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഒരു സിംഗിൾ മന്തിൽ നിങ്ങൾ ഒരു 300 PV കമ്പനിക്ക് കൊടുക്കുമ്പോൾ, അത് ഒരു 300 PV ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 8% ഫാസ്റ്റ് ആയിട്ട് 8% ആകുന്നുണ്ടാവും. അതുപോലെ ഒരു സിംഗിൾ മന്തിൽ നിങ്ങൾ 4,500 PV കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ 16% എത്തുന്നുണ്ടാവും. അതായത് ഫസ്റ്റ് പിൻ ലെവലായ ബ്രോൺസ് ഡയറക്ടർ പിൻ ലെവൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമ്മളും നമ്മളോടൊപ്പം ആരൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന ആ ഒരു ഒരുമിച്ച് ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിന്റെ ടോട്ടൽ ടേൺ ഓവർ 5,500 PV ആകുമ്പോഴായിരിക്കും നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആകുന്നത്. അപ്പോൾ നമുക്ക് റീപർച്ചേസിംഗ് ഓഫർ 20% നമുക്ക് ലഭിക്കുന്നു. അതുപോലെ പെർഫോമൻസ് ബോണസ് 5 to 11% നമുക്ക് ലഭിക്കുന്നു. ഡയറക്ടർ ബോണസ് 15% നമുക്ക് ലഭിക്കുന്നു. ടീം ബിൽഡിംഗ് ബോണസ് 3% നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ബ്രോൺസ് ഡയറക്ടറെ നമ്മൾ കൂടെ വന്ന നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയെ കൂടി നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടർ ആകുന്നുണ്ടാവും. അപ്പോൾ ഏഷ്യൻ കൺട്രിയിൽ പോകാനുള്ള ഒരു 3% ട്രാവൽ ഫണ്ട് കമ്പനി നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ 2 ഫാമിലിയെ കൂടി നമ്മൾ ഡയറക്ടർ ലെവലിലോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഗോൾഡ് ഡയറക്ടർ ആകുന്നുണ്ടാവും. 3 ഫാമിലിയെ നമ്മൾ ഡയറക്ടർ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ ആകുന്നുണ്ടാവും. അപ്പോൾ കാർ വാങ്ങിക്കാനുള്ള EMI ഒരു 5% കമ്പനി ഇവിടെ നമുക്ക് നൽകുന്നുണ്ടാവും. 4 വ്യക്തികളെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ 4 വ്യക്തികളെ നമ്മൾ ഡയറക്ടർ ലെവലിലോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഡയമണ്ട് ഡയറക്ടർ ആകുന്നുണ്ട്. അപ്പൊ യൂറോപ്യൻ കൺട്രിയിൽ പോകാനുള്ള ഒരു ട്രാവൽ ഫണ്ട് കൂടി കമ്പനി നമുക്ക് ഇവിടെ നൽകുന്നുണ്ടാവും. നമുക്ക് ഒരു വർഷത്തിൽ 3 ഫോറിൻ ട്രിപ്പിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈ ഒരു ഏഷ്യൻ കൺട്രിയിൽ പോകാനുള്ളതും അതുപോലെ യൂറോപ്യൻ കൺട്രിയിൽ പോകാനുള്ള ട്രാവൽ ഫണ്ട് കൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ടാവും ഡയമണ്ട് ഡയറക്ടർ ആകുന്നതോടുകൂടി. അടുത്ത 6 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടാവും. അപ്പോൾ വീട് വെക്കാനുള്ള EMI ഒരു 3% കമ്പനി ഇവിടെ നമുക്ക് നൽകുന്നുണ്ടാവും. അടുത്ത 8 ഫാമിലിയെ നമ്മൾ സക്സസിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടാവും. അതുപോലെ 12 ഫാമിലിയെ നമ്മൾ സക്സസ്ഫുൾ എത്തിക്കുമ്പോൾ നമ്മൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടാവും. 16 ഫാമിലിയെ നമ്മൾ സക്സസ്ഫുൾ എത്തിക്കുമ്പോൾ നമ്മൾ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആകുന്നുണ്ടാവും. അപ്പോൾ എലൈറ്റ് ക്ലബ് ബോണസ് ഒരു 2% കൂടി കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഈ 2% എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ എമൗണ്ട് ആയിരിക്കുന്നു. ഒരിക്കലുമല്ല. നമ്മുടെ ഈ ഒരു വെസ്റ്റീജ് കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ ഒരു ടോട്ടൽ ടേൺ ഓവർ അനുസരിച്ച് അതിന്റെ 2%. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. വെസ്റ്റീജിന്റെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് ട്രാവൽ ചെയ്ത സ്ഥലങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെസ്റ്റീജിന്റെ കാർ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഡ്രീം കാറുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ സ്ക്വയർ ഫീറ്റ് നോക്കാതെ ഡ്രീം ഹൗസ് നമുക്ക് പണിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇവിടെ നിന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രികളാണ് കാണിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ് ഇൻഡസ്ട്രി, ഇ കൊമേഴ്സ്. നമുക്കറിയുന്ന ഏതൊരു പ്രൊഡക്റ്റും സെല് ചെയ്യുന്ന നെറ്റ്വർക്കിലൂടെയാണ് അല്ലെ. നെറ്റ്വർക്ക് ആകുമ്പോൾ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, നമുക്ക് ഈ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബിസിനസ് ഒരു നെറ്റ്വർക്ക് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്രത്തോളം നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്ത് അത്രത്തോളം നമ്മുടെ ബിസിനസിന് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന മറ്റൊരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. ജിം, മെഡിറ്റേഷൻ, യോഗ, വാട്ടർ ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി, ഇതെല്ലാം വെൽനസ് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. നമ്മുടെ കമ്പനി ഒരു വെൽനസ് ഓറിയന്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേഖലയിലും വിജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇ കൊമേഴ്സ് രീതിയിലുള്ള നമ്മളെല്ലാം സാധനങ്ങൾ വാങ്ങുന്നവരാണ് അല്ലെ. മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇത് ഉപയോഗിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇ കൊമേഴ്സ് രീതിയിലൂടെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഇത് മൂന്നും കോർത്തിണക്കി ഒരു വലിയൊരു ഗ്ലോബൽ ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഒരാൾ നിമിത്തം നിങ്ങൾ കണക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ലൈഫിൽ സക്സസ് ആകണമെന്ന്
ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. യാതൊരുവിധ ഹെൽത്ത് പ്രോബ്ലം ഇല്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. EMI ഫൈമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പേരും പ്രശസ്തിയും അംഗീകാരം ആഗ്രഹിക്കാത്തവരുടെ ആരും തന്നെ ഉണ്ടായില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രയ്ക്കും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കണക്ട് ആയിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഒരു അവസരം, ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തന്ന വിന്നിംഗ് ടീമിന്റെ എല്ലാ എൻ്റെ ലീഡേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇത്രയും നേരം ഈ പ്ലാൻ കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. വിഷ് യു വെൽത്ത്. താങ്ക് യു ഭീമ മാം, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രൂപത്തിൽ തന്നെ ഇന്നത്തെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ഭീമ മാം ഇവിടെ അവതരിപ്പിച്ചു. ഇതാണ് ഭീമ മാമിന്റെ ലൈഫിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഈ ഒരു വെസ്റ്റേജ് ബിസിനസ്സിലേക്ക് വന്നിട്ട് വളരെ കുറഞ്ഞൊരു കാലം കൊണ്ട് തന്നെ ഒരു സ്റ്റാഫ് ഡയറക്ടർ എന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ കമ്പനിയെ കുറിച്ച് ഇത്രയും ആളുകൾക്ക് മുമ്പിൽ ഭീമ മാം പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു ബിസിനസിനെ കുറിച്ച് തിരിച്ചറിഞ്ഞതിന്റെ പ്രതിഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ സാധിച്ചത്. നമുക്ക് ഏതൊരു വ്യക്തിക്കും നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റിയിട്ടുള്ള ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നിവിടെ ഭീമ മാം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി തീരുമാനം നമ്മുടേതാണ്. നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തും വെൽത്തും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് വെസ്റ്റേജ്. ഇനി ഇതിനൊരു ക്ലോസിംഗ് സെഷൻ ആണുള്ളത്. അതിവിടെ കൈകാര്യം ചെയ്യുന്നത് മിസ്റ്റർ ഷാജി മിത്തേൽ സാറാണ്. സാറെ കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് ദുബൈയിൽ സെറ്റിൽഡ് ആണ്. 3 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരികയും ദുബൈയിൽ ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ലോജിസ്റ്റിക് കോർഡിനേറ്ററായി നല്ലൊരു വരുമാനത്തിൽ ജോലി ചെയ്തിരുന്ന സാറ് ഇന്ന് ഈ ഒരു ബിസിനസിന്റെ സാമ്പത്തിക സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ജോബ് റിസൈൻ ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസിനെ ഫുൾ ടൈം ആയിട്ട് ചെയ്ത് വലിയൊരു സക്സസിൽ എത്തി നിൽക്കുന്ന മിസ്റ്റർ ഷാജി മിത്തേൽ സാറിനെ ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ ഓൺ ദ പ്ലാറ്റ്ഫോം. താങ്ക് യു ഷംന ടീച്ചർ. ടീച്ചർ നല്ല രീതിയിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഭീമ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായിട്ട് ഈ കംപ്ലീറ്റ് പ്രൊഡക്റ്റിനെ കുറിച്ചും അതുപോലെ ഇൻകം പ്ലാനിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പുതുതായി വന്നിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ ഇതിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് 3.5 വർഷമായി. ഞാനിപ്പോൾ ദുബൈയിലാണുള്ളത്. പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു അവസരത്തിലേക്ക് വന്നത്. ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും ഒരു എക്സ്ട്രാ വരുമാനം ആവശ്യമുള്ളൊരു സമയമാണ്. കാരണം ഇന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ ചിലവും ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകാത്ത അവസ്ഥയിലാണ് ഉള്ളതുണ്ടാവും. ഞാൻ 20 വർഷം ദുബായിൽ ജോലി ചെയ്തു. നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നു. കൊറോണ വന്ന സമയത്ത് അത് ശമ്പളം പകുതിയായി മാറിയപ്പോൾ ലൈഫിൽ വന്ന ഒരുപാട് സ്ട്രഗിളുകൾ, നമുക്ക് EMI അടക്കാൻ പറ്റാതെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ പൈസ പേ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്. കാരണം പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ എനിക്കത് സാധിക്കില്ലായിരുന്നു. ഓൾറെഡി ദുബായിൽ ഞാനൊരു 10 വർഷം മുന്നേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു പരാജയം സംഭവിച്ചു. ഇത്തിരി പൈസ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് വെസ്റ്റേജ് ബിസിനസ് വന്നതിന് ശേഷം എനിക്ക് തോന്നിയത് ഒരു പൈസ പോലും ചിലവാക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാളുടെ പോലും വിയർപ്പിൻ്റെ പൈസ അല്ലാതെ നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ലൈഫ് സെറ്റിലാകാൻ സാധിക്കുന്ന എന്ന ബിസിനസ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഇത് വന്നെങ്കിൽ 1.5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു കൊണ്ടാണ് ഇന്ന് ഫുൾ ടൈം ആയിട്ട് ദുബായിൽ ഇരുന്നു കൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദുബായിലുള്ള എൻ്റെ റൂമിലിരുന്നു കൊണ്ട് ഏകദേശം 13 രാജ്യത്ത് എനിക്ക് എൻ്റെ ബിസിനസ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ എത്ര ലക്ഷം രൂപ നമ്മൾ ചിലവാക്കേണ്ടി വരും? അതിനെത്ര ടെൻഷൻ നമുക്കുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ പോവേണ്ടതുണ്ട്. അവിടെ സ്റ്റാഫിനെ വെക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് റിസ്ക്കും കാര്യങ്ങളും അവിടെയുണ്ട്. സാധനങ്ങൾ വാങ്ങിച്ച് കൊടുക്കേണ്ടി വരും, സ്റ്റാഫിന് ശമ്പളം കൊടുക്കേണ്ടി വരും, ഷോപ്പിൻ്റെ വാടക കൊടുക്കേണ്ടി വരും. ഇങ്ങനെ പല ടെൻഷൻസ് അവിടെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും ബിസിനസ് വിജയിച്ച് പോകാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ യാതൊരുവിധ ടെൻഷനോ റിസ്ക്കോ ഇല്ലാതെ തന്നെ നമ്മളുടെ പാഴാക്കി കളയുന്ന കുറച്ച് സമയത്തിൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഇന്നെൻ്റെ ലൈഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ നേരത്തെ പ്രസൻറ്റേഷൻ ചെയ്ത ഭീമ ഒരു വീട്ടമ്മയായിരുന്നു. സാധാരണ ഒരു വീട്ടമ്മ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്ത ജോലിയോടൊപ്പം വീട്ടിലുള്ള എല്ലാ ജോലിയും കഴിഞ്ഞുള്ള ബാക്കി കുറച്ച് സമയം ഉപയോഗിച്ചാണ് ഇന്ന് സ്റ്റാർ ഡയറക്ടറും കാർ ഫണ്ട് അച്ചീവറും ഒക്കെ ആയി മാറിയിരിക്കുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഈ ബിസിനസ് അവസരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് വലിയൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തൊരു ഭീമയുടെ ഇപ്പോൾ പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഏതൊരാൾക്കാർക്കും, നാട്ടിലുള്ള ഏതൊരാൾക്കാർക്കും നിങ്ങളുടെ സമയം ഉപയോഗിച്ച് പാഴാക്കിയുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസ് മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാണെങ്കിൽ, ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണല്ലേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പൈസ പോകുന്ന പൈസകളെ നമ്മുടെ നാട്ടിലുള്ളൂ. പൈസ കളയുന്ന പരിപാടികൾ മാത്രമേ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും ഓൺലൈൻ ബിസിനസ്സും പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ഉള്ളിലൊരു ഭയമാണ്.
പക്ഷേ നമുക്ക് നാട്ടിൽ നല്ല ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി ചെയ്യാൻ പറ്റുന്ന നല്ല കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. വെസ്റ്റീജ് കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണ്? ഏതൊരു സാധാരണക്കാർക്കും സ്ഥിരമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന വിലയിലാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മളിലേക്ക് തരുന്നത്. സാധാരണ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലൊക്കെ എന്താ ഉണ്ടാവുക? നമുക്ക് ഒരു പ്രാവശ്യം പ്രൊഡക്റ്റ് വാങ്ങിച്ച് അഥവാ ഇഷ്ടപ്പെട്ട് പോയാൽ തന്നെ രണ്ടാമത് വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇവിടെ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഒരു നല്ല ക്വാളിറ്റിയിലെ സാധനം നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പോലും വില വരുന്നില്ല വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റിൽ. അത് ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കത് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന പ്രൊഡക്റ്റ്, ഒറ്റ ഉപയോഗത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന പ്രൊഡക്റ്റ്, നമ്മളൊരു റെഗുലർ കസ്റ്റമറായി മാറാൻ പോകുന്ന ഒരു വണ്ടർഫുൾ കമ്പനിയോടൊപ്പമാണ് നമ്മൾ വളർന്നു പോകുന്നത്. അതും 450-ൽ പരം പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി, 21 വർഷത്തിലേക്ക് പോകുന്ന കമ്പനി, 8ഓളം രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്ന കമ്പനിയാണ്. കമ്പനിയുടെ വിഷൻ തന്നെ ആയിരക്കണക്കിന് പ്രൊഡക്റ്റും അതുപോലെ 30ഓളം രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഹൈ വിഷണറി ആയിട്ടുള്ള കമ്പനിയോടൊപ്പമാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കുറച്ച് സമയം ഇതിനെ മാറ്റി വെച്ചുകൊണ്ട് ഫ്രീ ആയി കിട്ടുന്ന കുറച്ച് സമയം ഈ ഒരു പ്രസൻറ്റേഷൻ മനസ്സിലാക്കാനും ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മൾ എന്തിന് വെസ്റ്റീജ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. കാരണം നമുക്കിത് മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് പല പല അസുഖങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തിരിച്ചറിയണം. നമ്മളെല്ലാം വില കുറഞ്ഞ പ്രൊഡക്റ്റും ഓഫറുകൾ പ്രൊഡക്റ്റും വാങ്ങിച്ച് ഉപയോഗിച്ച് ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെയുള്ള ആളായിരുന്നു. ഫ്രീ പ്രൊഡക്റ്റ് എവിടെ കിട്ടുന്നു അല്ലെങ്കിൽ ഓഫറിൽ എവിടെ കിട്ടുന്നു അങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി. വെസ്റ്റീജ് ബിസിനസ് വന്ന സമയത്താണ് എന്താണ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ, അതെന്താണ് നമുക്ക് തരുന്നതെന്ന് മനസ്സിലായതും. ഈ ബിസിനസ്സിൽ വന്ന ഇപ്പോൾ 3.5 വർഷമായതിനു ശേഷം അങ്ങനെ യാതൊരുവിധ അസുഖങ്ങളോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് തിരിച്ചറിഞ്ഞത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗത്തിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം 146ഓളം ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു എക്സ്പെൻസിനെ ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ് നമുക്കിവിടെ തരുന്നത്. എത്ര വർഷങ്ങളായി നമ്മുടെ വീട്ടിലേക്ക് പല പല സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും സെലിബ്രിറ്റീസുകൾ, അതും കോടീശ്വരന്മാരായ സെലിബ്രിറ്റീസുകൾ ടി വിയിലൂടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പരസ്യങ്ങൾ പറഞ്ഞ് വീണ്ടും കോടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ നമ്മളോ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, വീണ്ടും സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. ആ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നമ്മൾ സല്യൂട്ട് കൊടുക്കേണ്ട അവസ്ഥ, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥ. നമുക്കിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിലൂടെ സെലിബ്രിറ്റിയായി മാറാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരം, നമ്മളെ ആൾക്കാർ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസരം നമുക്കിവിടെ ലഭിക്കുകയാണ്. നിങ്ങൾ ആ സാധനം, ആ ഷോപ്പ് ഒന്ന് മാറ്റി നോക്കി, വീട്ടിനടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കട ജസ്റ്റ് ഒന്ന് മാറ്റി വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. വരുമാനത്തിനോടൊപ്പം നല്ലൊരു ആരോഗ്യം, ഒരുപാട് ഫാമിലിയെ സഹായിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. 20 വർഷം ദുബായിൽ ജോലി ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ മാത്രമേ ഒരു വരുമാനം എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി 3.5 വർഷം കൊണ്ട് അനേകം ഫാമിലികൾക്ക് നല്ലൊരു വരുമാനം എത്തിക്കാനും അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. അനേകം ഫാമിലിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് മരുന്നുകൾ കഴിച്ചിട്ട് പോലും അസുഖങ്ങൾ മാറാതെ ഇപ്പോഴും ജീവിതശൈലി പോലെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫാമിലിക്ക് വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരത് ഉപയോഗിക്കാൻ തയ്യാറായി. ഇന്ന് അവർ അസുഖങ്ങൾ മാറി ജോലിക്ക് പോകാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ ഈ ബിസിനസ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇത്രയും നല്ലൊരു മനോഹരമായ ഓപ്പർച്യൂണിറ്റി, അത്രയ്ക്കും നല്ല വിഷണറി ആയിട്ടുള്ള മാനേജ്മെൻ്റ് ഉള്ള കമ്പനിയോടൊപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ട് കൂടി നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുകയാണ്. യാതൊരു പേടിയും വേണ്ട, നമുക്ക് പറയാനൊരു മടിയും വേണ്ട. അത്രയ്ക്കും വലിയൊരു കമ്പനിയോടൊപ്പമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ആരാണോ ആ വ്യക്തിയോട് പറഞ്ഞ് ഒരു രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് അതും ഫ്രീ ആയിട്ട് ഇത്രയും വലിയൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി നമ്മുടെ മൊബൈലിലേക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഹിന്ദുസ്ഥാൻ ലിവർ പോലെ ഒരു വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ ഫ്രാഞ്ചൈസി നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഓപ്പൺ ആക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും? ഈ 450-ൽ പരം പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി, 8ഓളം രാജ്യങ്ങളുള്ള ഒരു കമ്പനി, ഏകദേശം 5 കോടിയിലധികം ആൾക്കാർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കമ്പനി, ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും ഔട്ട്ലെറ്റുള്ള ആ കമ്പനിയുടെ ഫ്രാഞ്ചൈസി നമ്മുടെ മൊബൈലിലേക്ക് തരികയാണ്. ആ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും രാജ്യങ്ങളിലേക്ക് ബിസിനസ് ചെയ്യാൻ 1 രൂപ പോലും ബസ്സിൻ്റെ പൈസ വേണ്ട ആവശ്യമില്ല. വണ്ടിക്കൂലി കൊടുത്ത് ഒരാളെയും കാണാൻ പോകേണ്ട ആവശ്യമില്ല. ദുബായിലുള്ള ഈ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് 13 രാജ്യത്തുള്ള ആൾക്കാർക്ക് ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. 13 രാജ്യത്തുള്ള ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് പല്ല് തേച്ചാലും ചായ കുടിച്ചാലും പാത്രം കഴിക്കാലും തുണി കഴിക്കാലും ഈ സമയത്തൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വരുന്ന എത്ര മനോഹരമായ ഒരു കോൺസെപ്റ്റാണ്. ആലോചിച്ച് നോക്കി, ഇത്ര സുന്ദരമായ ഒരു ബിസിനസ് അവസരം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ അറിയാനെങ്കിലും ശ്രമിക്കുക. ഇത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ
ക്ഷമയോടെ ഇത് കേൾക്കാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ 1, 2, 3 പ്രാവശ്യം ഇതൊന്ന് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു കമ്പനിയോടൊപ്പം നിന്ന് നമ്മുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ ജനറേഷനെ സേഫ് ആക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ് അവസരം. ഇവിടെ എന്നെ ഏറ്റവും ഹാപ്പി ആക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് വെസ്റ്റീജിൽ കിട്ടുന്ന വരുമാനം എൻ്റെ മക്കളിലേക്ക് എനിക്ക് പാസ് ചെയ്യാൻ സാധിക്കുകയാണ്. 20 വർഷം ഞാൻ ദുബായിൽ ജോലി ചെയ്ത് അവിടെ റിസൈൻ ചെയ്ത് പിറ്റേ ദിവസം എൻ്റെ ശമ്പളം സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് അവിടെ യാതൊരു കാര്യമില്ല. പക്ഷേ ഇന്ന് വെസ്റ്റീജിൽ 3.5 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ കിട്ടുന്ന ആ വരുമാനം എൻ്റെ മക്കളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന വണ്ടർഫുൾ ബിസിനസ് അവസരമാണിത്. ഇത് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങി സെയിൽ ചെയ്ത് നടക്കുന്ന ബിസിനസ് അല്ല ഇത്. ആക്ച്വലി ക്രിയേറ്റ് ദ ലീഡേഴ്സിനും നമ്മൾ ഈ ബിസിനസ് ആവശ്യമുള്ള ആൾക്കാരെ ലീഡേഴ്സ് ആക്കി അവരെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നല്ലൊരു വരുമാനം നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പാസീവ് ഇൻകം ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ് അവസരമാണിത്. എല്ലാവരും ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക. ഇന്നത്തെ ദിവസം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ലീഡേഴ്സും ഹൈദരാബാദിലേക്ക് പോയിരിക്കുകയാണ്. ഒരു വണ്ടർഫുൾ ആയിട്ട് FRU എന്ന് പറഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ആ പ്രോഗ്രാമിൻ്റെ മഹത്വം എന്താണ്? അവിടെ പോയി വന്ന ഒരു വ്യക്തി പിറ്റത്തെ വർഷം ഈ ഒരു വർഷമാകുമ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പോയ ആൾക്കാരൊക്കെ ഇന്ന് 1 ലക്ഷം 2 ലക്ഷം രൂപ വരുമാനമായി കുറേ പുതിയ ആൾക്കാരായിട്ട് ഇന്ന് വീണ്ടും അവിടത്തേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും അത് പോകാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് അവസരം വരുമ്പോൾ FRU പോലുള്ള വലിയ വലിയ പ്രോഗ്രാംസ് വരുമ്പോൾ യാതൊരു കാരണവശാലും അത് നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളവിടെ എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് ദുബായിൽ ഇരുന്നുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഭയങ്കര വിഷമമുണ്ടത്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മെയ് 10-ാം തീയതി കൊച്ചിയിൽ വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്, ഡ്രീം നൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ആർക്കെങ്കിലും അതിനൊക്കെ പോകാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ആ പ്രോഗ്രാം തരുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. എല്ലാവരും ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടും അതുപോലെ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് വെസ്റ്റീജ് ബിസിനസ്സിൻ്റെ മഹത്വം, അതിൻ്റെ സിസ്റ്റം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ പഠിക്കാനും തയ്യാറാവുക. ഇന്ന് ഈ ഒരു പ്രസൻറ്റേഷൻ എനിക്ക് ചെയ്യാൻ അവസരം തന്ന ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ വിന്നിംഗ് ടീമിൻ്റെ ലീഡേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ എന്നെ ഇത്രയും സമയം കേട്ടു തരുന്ന ഇതിലുള്ള എല്ലാ ആൾക്കാർക്കും നന്ദി പറയുകയാണ്. തൽക്കാലം ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാക്ക് ടു ഷബ്ന ടീച്ചർ. താങ്ക് യു ഷാജി മിത്തൽ സാർ. താങ്ക് യു സോ മച്ച് സാർ. നല്ല രൂപത്തിൽ തന്നെ ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു എക്സ്ട്രാ വരുമാനം വളരെ അത്യാവശ്യമാണ് അല്ലെ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം കൂടിയേ തീരും. കാരണം എക്സ്പെൻസ് എല്ലാം ഇത്രയധികം കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ടൊന്നും മാറി ചിന്തിക്കുക. ഇപ്പൊ നിലവിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഫോണിൽ റീചാർജ് ചെയ്തുകൊണ്ട് ഡേറ്റ തികഞ്ഞില്ലെങ്കിൽ ഡെയിലി അതും ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ സ്റ്റോറിക്കും റീൽസിനും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നമ്മൾ ലൈക്കും ഷെയറും കൊടുത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുക്കി വിടുന്ന ഒരു സംവിധാനത്തിന് പുറകെയാണെന്ന് പലരും ഉള്ളത്. ഒന്ന് മാറി ചിന്തിക്കുക. നമ്മളുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകി വരുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ചായിട്ടാണ് ഇന്ന് ഷാജി മിത്തൽ സാറും ഭീമ മാഡം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിലൂടെ നമ്മൾക്ക് വലിയൊരു ഉയരങ്ങളിൽ എത്താനും നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റിമറിക്കാനും സാധിക്കട്ടെ. നല്ലൊരു തീരുമാനം നിങ്ങൾ എല്ലാവരും എടുക്കുക. നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എത്ര ഉയരങ്ങളിലേക്ക് വേണമെങ്കിലും ഉയർന്ന് പറക്കാൻ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് നമുക്ക് 2 ചിറകുകൾ ഉണ്ടല്ലേ? ഒന്ന് വെസ്റ്റീജ് കമ്പനിയും പിന്നെ വിന്നിംഗ് ടീമും. ഈ ഒരു സിസ്റ്റം നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ടാകും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിനെ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ഇത് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും നല്ല തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ഈ ഒരു MC ചെയ്യാൻ അവസരം തന്ന കേരളത്തിലെ എല്ലാ ലീഡേഴ്സിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു. ഗുഡ് നൈറ്റ്.